വിവാദ കൊടുങ്കാറ്റിനിടയിലും മുസ്ലിം വിരുദ്ധ പരാമർശത്തിൽ ഉറച്ച SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ കാന്തപുരം എന്ത് കുന്തം എറിഞ്ഞാലും പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുമെന്നാണ് വെള്ളാപ്പള്ളിയുടെ നിലപാട്. വൈകിട്ട് ആലുവയിലെ പരിപാടിയിലും വെള്ളാപ്പള്ളി പരാമർശം കടുപ്പിച്ചു. മതമേലധ്യക്ഷന്മാർക്ക് മുൻപിൽ മുട്ടിലെഴയേണ്ട സ്ഥിതിയിലാണ് CPM പോലും എന്ന് പറഞ്ഞ വെള്ളാപ്പള്ളി നടേശൻ അടുത്ത തെരഞ്ഞെടുപ്പുകളിൽ ഏത് പാർട്ടിയിലായാലും ഈഴവർക്ക് വോട്ട് ചെയ്യണമെന്നും ആഹ്വാനം ചെയ്തു. UDF നേതൃത്വം ഒന്നടങ്കം വെള്ളാപ്പള്ളിക്കെതിരെ കടുത്ത വിമർശനവുമായി എത്തി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നെറേറ്റീവാണ് വെള്ളാപ്പള്ളി പറയുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. പച്ചയ്ക്ക് വർഗീയത പറഞ്ഞ് സർക്കാർ കൂട്ടുനിൽക്കുകയാണെന്ന് കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. സമസ്ത സുന്നി നേതൃത്വങ്ങളും വെള്ളാപ്പള്ളിക്കെതിരെ കടുത്ത വിമർശനവുമായി രംഗത്തെത്തി. ഞാൻ ഒരു സമുദായത്തിനെതിരല്ല, പക്ഷെ സാമൂഹ്യ നീതിക്ക് വേണ്ടി ഞാൻ പറയും. ഇന്നും പറയും, നാളെയും പറയും. എന്റെ കോലം കത്തിച്ചാലും കാന്തപുരം എന്തു കുന്ത എടുത്തെറിഞ്ഞാലും ഞാൻ പറയാനുള്ളത് പറയും. ഇന്നലെ കോട്ടയത്ത് പറഞ്ഞ മുസ്ലിം വിരുദ്ധ പരാമർശം ഒന്നുകൂടി ഉറപ്പിച്ചാവർത്തിക്കുകയാണ് SNDP ജനറൽ സെക്രട്ടറി. സാമൂഹിക നീതിക്ക് വേണ്ടിയാണ് മുസ്ലിങ്ങൾക്കെതിരെ പറഞ്ഞതെന്ന് വിശദീകരണം. കോലം കത്തിച്ചാലും തന്നെ കത്തിച്ചാലും ഒരടി പിന്നോട്ടില്ല. വർഗീയത പരത്തുന്നതിന് തനിക്കെതിരെ കേസെടുക്കുമെന്നും വെള്ളാപ്പള്ളിയുടെ വെല്ലുവിളി. വർഗീയത പരത്തുന്ന കേസെടുത്തോ? ഞാനാണ് ഇവിടെ വർഗീയത പരത്തുന്നത്? ഇവിടെ എല്ലാം ഈ വർഗീയ ചിന്ത ഉണ്ടാകാൻ കാരണം ജാതി വിവേചനമാണ് ജാതി ചിന്ത ഉണ്ടാകുന്നത്. ആ ജാതി ചിന്ത ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഈ രാജ്യത്ത് സാമൂഹ്യ നീതി എന്നുള്ളത് കൊടുക്കുവാൻ എല്ലാ പാർട്ടികളും മതസംഘടനകളും തയ്യാറായാൽ ഈ രാജ്യത്ത് സമത്വ സുന്ദരമായി. UDF നേതൃത്വം ഒന്നടങ്കം വെള്ളാപ്പള്ളിക്കെതിരെ കടുത്ത വാക്കുകളിൽ പ്രതികരിച്ചു. ഗുരുദേവൻ എന്താണ് പറയാൻ പാടില്ല എന്ന് പറഞ്ഞത് അതാണ് അദ്ദേഹം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ആര് പറഞ്ഞിട്ടാണെന്ന് ഞങ്ങൾക്കറിയാം. ഇത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നറേറ്റീവാണ് ഈ സാധനം. ഇവരെല്ലാവരും ഒരേ നറേറ്റീവാണ്. ഇപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞു പറയിപ്പിക്കുന്നതാണ്. ഇത് ഉത്തരേന്ത്യയിലല്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഭാഗത്തല്ല. നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ അവിടെ തൊഗാടി അത് പറഞ്ഞു, ഇവിടെ ഇത് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ കേരളത്തിൽ ഇത്ര വിഭാഗീയമായും വർഗീയമായും കാര്യങ്ങൾ പറയാൻ പറ്റുമോ? അത് ഏത് സമുദായ നേതാവാണ്? പണ്ട് പറഞ്ഞവരൊന്നും ഇപ്പോൾ ചിത്രത്തിലില്ല. ഇത് ഉത്തരേന്ത്യയല്ലെന്ന് ഓർക്കണമെന്നും കുഞ്ഞാലിക്കുട്ടി ഓർമ്മിപ്പിച്ചു. വെള്ളാപ്പള്ളി നടത്തുന്ന പരാമർശത്തോട് ആത്മസംയമനമാണ് നല്ലതെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി തങ്ങൾ. വെള്ളാപ്പള്ളിയെ പോലെയുള്ളവർ നടത്തുന്ന പരാമർശങ്ങൾ വളരെ ആത്മസംയമനത്തോടെയാണ് മുസ്ലിം സംഘടനകളൊക്കെ അതിന് സ്വീകരിക്കുന്നത്. ആത്മസംയമനമാണ് ഈ കാര്യത്തിൽ നല്ലത്. അതല്ലാതെ ഇപ്പോൾ ഇവിടെ പരസ്പരം പോരടിക്കാനോ അല്ലെങ്കിൽ വിദ്വേഷം പരത്തുവാനല്ലല്ലോ നമ്മൾ ശ്രമിക്കേണ്ടത്. ഇതിനിടെ എറണാകുളത്ത് നടന്ന പരിപാടിയിൽ വെള്ളാപ്പള്ളിയെ മന്ത്രി VN വാസവൻ വാനോളം പുകഴ്ത്തി. ഏത് പ്രശ്നങ്ങളിലും അദ്ദേഹം ഓടിയെത്തുന്നു. ഈ പ്രായത്തിലും എല്ലാ പ്രശ്നങ്ങളിലും സംയോജിതമായി സന്ദർഭോചിതമായി ഇടപെടാൻ കഴിയുന്നു. അതേപോലെ തന്നെ സമുദായത്തിന്റെ നാനാതരത്തിലുള്ള പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി ദീർഘവീക്ഷണത്തോടെ ഭാവനാസമ്പന്നമായി അദ്ദേഹം ഈ പ്രവർത്തനങ്ങളുമായി എല്ലാം നീങ്ങിക്കൊണ്ടിരിക്കുന്നു. SNDP യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് 30 വർഷം പൂർത്തിയാക്കിയ വെള്ളാപ്പള്ളി നടേശന് കൊച്ചി യൂണിയന്റെ ആഭിമുഖ്യത്തിൽ പള്ളുരുത്തി നൽകിയ സ്വീകരണത്തിലാണ് മന്ത്രി VN വാസവന്റെ പുകഴ്ത്തൽ. ഇതേ യോഗത്തിൽ BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറും കോൺഗ്രസ് നേതാവ് K ബാബു MLAയും ഹൈബി ഈഡൻ MPയുമെല്ലാം വെള്ളാപ്പള്ളിയെ മത്സരിച്ചു പുകഴ്ത്തി. VN വാസവന്റെ വാഴ്ത്തലിന് സ്പോൺസർമാരുണ്ടെന്നാണ് സമസ്ത നേതാവ് സത്താർ പന്തലൂരിന്റെ പ്രതികരണം. അപ്പോൾ തീർത്തും ദുരുദ്ദേശപരമായിട്ടുള്ള ഒരു നീക്കമാണ് അദ്ദേഹം നടത്തുന്നത്. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പിന്നിൽ ഇതിന് ചില സ്പോൺസർമാരുണ്ട് എന്ന് ന്യായമായിട്ട് സംശയിക്കണം. കാരണം ആ രീതിയിൽ കേരളത്തിൻ്റെ സാമുദായിക സൗഹാർദ്ദം തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആസൂത്രണം ചെയ്യുന്ന ഒരു പദ്ധതിയാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവനകളിലൂടെ നടപ്പാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീനാരായണ ഗുരുവിന്റെ പേരിൽ സംഘടിച്ച് വർഗീയത പറയുന്ന വെള്ളാപ്പള്ളിയെ വിശ്രമ ജീവിതത്തിന് അയക്കാൻ സമയമായിട്ടുണ്ടെന്ന് സമുദായം തിരിച്ചറിയണമെന്ന് AP കാന്തപുരം വിഭാഗം നേതാവ് റഹ്മത്തുള്ള സഖാഫി ഫേസ്ബുക്കിൽ എഴുതി. ഈഴവ സ്ത്രീകളോട് പെറ്റുകൂട്ടാൻ ആഹ്വാനം ചെയ്ത വെള്ളാപ്പള്ളിക്ക് അവർ തന്നെ മറുപടി കൊടുക്കണം. 2 ഗുളിക അധികം കഴിച്ചാൽ അസുഖം മാറുമെന്ന് PMA സലാം പ്രതികരിച്ചു. ശ്രീനാരായണ ഗുരുവിന്റെ പേരിൽ മദ്യക്കച്ചവടവും മൈക്രോ ഫിനാൻസ് എന്ന ഓമനപ്പേരുള്ള ബ്ലേഡ് ബാങ്കുമൊക്കെ നടത്തുന്ന കേരള തൊഗാഡിയയാവാൻ ഓവർടൈം പണിയെടുക്കുന്ന മഹാനുഭാവൻ എന്നാണ് എടുക്കാച്ചരക്കുകളുടെ ഗിരിപ്രഭാഷണം. ഈ തലക്കെട്ടിലാണ് ചന്ദ്രികയുടെ മുഖപ്രസംഗം.
സർക്കാരും ഇടതു നേതാക്കളും വെള്ളാപ്പള്ളിയുടെ വിദ്വേഷ പ്രസംഗത്തോട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.